ശ്രീ? കൊച്ചൊന്ന് ഉറങ്ങി വന്നതായിരുന്നു. ഞാൻ സ്വപ്നം കണ്ട് പേടിച്ചടി. ഒന്ന് മിണ്ടായിരിക്കോ? നീ മാറി, കൊച്ചിനെ ഞാൻ ഉറക്കിക്കോളാം. ചുമ്മാ എൻ്റെ അടുത്ത് എന്തിനാണ് ദേഷ്യം കാണിക്കണേ? എനിക്ക് ഉറങ്ങിയില്ലെങ്കിൽ പാൽ കൊടുക്കാനുള്ളതാണ്. ഞാൻ ഉറക്കിക്കോളാം. എന്നാ ഞാൻ വെളിയിൽ കിടന്നോളാം. എൻ്റെ സൗകര്യം പോലെ എവിടെ ഉണ്ടെങ്കിൽ കിടക്കാമല്ലോ. എനിക്കങ്ങനെ പറ്റൂലല്ലോ. ഇനി ഞാൻ ഇവിടെ കിടന്ന് സ്വപ്നത്തിൽ ഉണരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. എടി, പാല് ചൂടാക്കി വെച്ചിട്ടുണ്ട്, തനക്ക് മുന്നേ എടുത്ത് കുടിക്ക്. പിന്നെ ഉച്ചത്തേക്കൊന്നും ഉണ്ടാക്കാനും നിൽക്കേണ്ട, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ശ്രീ, സോറി. ഈ ഡെലിവറി കഴിയുമ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാവും, അതാ. സോറി. സാരേ, ഞാൻ അത് ഇന്നലെ തന്നെ വിട്ടു. നീ ലേ ചേച്ചി വരുമ്പോൾ അലക്കാനുള്ള തുണി എടുത്തു കൊടുക്കും. ഓഫീസിൽ പോകാൻ സമയം ഞാൻ ഇറങ്ങട്ടെ. കുഴപ്പമില്ലാന്ന്. എടോ, ഈ മാസവും താൻ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ വേറെ വല്ല പണി നോക്ക്. ഇനി തൻ്റെ പേര് മോളിൽ തെറിയൊക്കെ എനിക്ക് വയ്യ. സാർ, വൈഫിൻ്റെ ഡെലിവറിയും ഇവിടുത്തെ ജോലി എനിക്ക് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല സാർ, അതാണ്. താൻ പറയുന്ന കേട്ടതൊന്നും താനാണ് പ്രസവിച്ചതെന്ന്. എടോ, പണ്ട് സ്കൂളിൽ പറയുന്ന പോലെ സില്ലി എക്സ്ക്യൂസ് ഒക്കെ പറയാൻ നാണമില്ലേ ശ്രീധർ? നിങ്ങളൊരു സെയിൽസ് മാനേജർ അല്ലേ? സാർ, ഈ മാസം ഞാൻ ടാർഗറ്റ് അച്ചീവ് ചെയ്തോളാം, ഉറപ്പ്. തനിക്ക് ജോലി വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ കഴിവുള്ളവരെ പിടിച്ച് ഞാൻ കസേര ഇരുത്തു. യു മേ ഗോ. അല്ലേ വാളിയാ, കഴിക്കാൻ പോ. ഞാൻ പിന്നെ വന്നോളാം, നിങ്ങൾ വിട്ടോ. ചുമ്മാ മുണ്ടി അടിക്കാതെ വാളിയാ. ആരെയൊക്കെയാണ് ക്ഷീണമല്ലോ നിനക്ക്? സോറി, എൻ്റെ മൂഡ് ശരിയല്ല, നീ ഇപ്പോൾ ഞാൻ വന്നോളാം. ഹലോ സാർ. എടോ, ആ ഈസ്റ്റ് ഗ്ലോബിലെ CEO 1 മണിക്ക് അപ്പോയിൻമെന്റ് തന്നിട്ടുണ്ട്. താൻ പോയി മീറ്റ് ചെയ്യണം. സാർ, ഞാനിന്ന് അവധിയാണ്. കുഞ്ഞിന് വാക്സിനേഷൻ എടുക്കേണ്ട ദിവസമാണ്, ഞാൻ പറഞ്ഞിരുന്നു. അതൊക്കെ തന്നെ പേഴ്സണൽ മാറ്റേഴ്സ്. 1 മണിക്ക് അവിടെ എത്തിയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സാർ, നീ വാ, വന്നിട്ടെ ഓഫീസിൽ പോകണം എനിക്ക്. ഇന്നും ഒന്നര ഇനി ചൊറിക്ക് ഒരു ആവശ്യമില്ലാതെ ശ്രീ ഒന്ന് ടെൻഷൻ നിനക്കൊക്കെ പറഞ്ഞാ മതി. ആര്, നീ ബൈക്കിന്റെ കീ എവിടെ വെച്ചേ? ശ്രീ, അത് ഫ്രിഡ്ജിന്റെ മുകളിലുണ്ട്. എവിടെയെങ്കിലും കൊണ്ട് വച്ചിട്ട് മനുഷ്യൻ. കിട്ടിയാ? കിട്ടി. ശ്രീ, ബേബി സോപ്പ് വാങ്ങാൻ മറക്കല്ലേ. ഇല്ല, വാങ്ങാം. സാറേ, വന്നോണ്ടിരിക്കുകയാണ്, ഞാൻ വന്നോണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു 10 മിനിറ്റിലെത്തും. ഓക്കെ. ശാമജിക്ക് നോക്കിയ സുഖമല്ല ചേട്ടാ. ഒളിച്ചോടി പോണ മക്കളെ ആദ്യം തള്ളി പറഞ്ഞിട്ട് പിന്നെ അവർക്ക് മക്കളാവുമ്പോൾ തിരിച്ചു വിളിച്ച് കയറണതേ ലോകാത്ഭുതമൊന്നുമല്ല. ഇതിപ്പോ ഞാൻ വിളിച്ചു കയറ്റിയൊന്നുമല്ലോ, നിങ്ങളല്ലേ വിളിച്ചോണ്ടോന്ന്. പിന്നെ നിനക്കൊരു ആവശ്യം വരുമ്പോഴല്ലേ നമ്മൾ ഉപകരിക്കേണ്ടത്. ഇവിടെ ഇത്രയും കാലം വേറെ ആവശ്യങ്ങളുണ്ടായിരുന്നു, അന്നൊന്നും ഇവിടെ ആരും തിരിഞ്ഞു നോക്കില്ലല്ലോ. കണ്ടാടാ, തെറ്റ് ചെയ്യുന്നത് അവൻ. എന്നിട്ടിപ്പോ എന്റെ നേരെ കിടന്ന് ചാടണ്. നീ എന്നെ അങ്ങ് തിരിച്ചുകൊണ്ട് വിട്ടേരെ. അമ്മായി, ഞാൻ നിങ്ങളെ സഹോദരന്റെ മോനാണ്, അല്ല യൂബറുകാരനല്ല. അങ്ങോട്ട് വിട്, ഇങ്ങോട്ട് വിട്. ഷട്ടിൽ സർവീസ് അടിക്കാനൊന്നും എനിക്ക് വയ്യ. അമ്മ ഇങ്ങ വാ. ഈ ശ്രീ ഇപ്പൊ എങ്ങനെ തന്നെ എന്തിനും അതിനൊരു ദേഷ്യം. ഇതൊക്കെ പറയാൻ ചേട്ടാ, ഞാൻ ഒന്ന് നേരെ ഉറങ്ങിയിട്ട് എത്ര ദിവസം എന്നറിയുമോ? ഇവിടുത്തെ ജോലി, ഓഫീസിലെ പ്രഷർ എല്ലാം കൂടെ എനിക്ക് പ്രാന്താവണം. ഇവിടെ പ്രസവ ചെലവ് കഴിഞ്ഞ് 4 മാസം ആയതേ ഉള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഈ ആക്സിഡന്റിന് 10-50,000 രൂപ കീറിയിട്ടിരിക്കണേ. നിനക്ക് ഇൻഷുറൻസ് ഇല്ലേ? അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ.
മുമ്പേ ഞാൻ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈറ്റിൽ കയറി എൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തു. അതിനുശേഷം അവന്മാരെ ശല്യം സഹിക്കാതെ അവസാനം ഞാൻ സിമ്മ് മാറേണ്ട അവസ്ഥയായി. എടാ അങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാത്തൊരു ടീമുണ്ട്, ഡിക്റ്റോ ഇൻഷുറൻസ്. അവരുടെ മെയിൻ ഹൈലൈറ്റ് തന്നെ നോ സ്പാം പോളിസിയാണ്. നമ്മൾ ബുക്ക് ചെയ്യുന്ന സ്ലോട്ട് ടൈമിൽ മാത്രമേ അവർ നമ്മളെ വിളിക്കൂ. ഇനി വിളിച്ചാലോ ഫ്രീ ആയിട്ട് നമ്മുടെ എല്ലാ ഡൗട്ടും അവർ ക്ലിയർ ചെയ്ത് തരും. എടാ ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ ഡൗട്ട് കാണും. ഇവരാണെങ്കിൽ നമ്മളുടെ സകലമാന ഡൗട്ട് ഫ്രീ ആയിട്ട് വിളിച്ച് ക്ലിയർ ചെയ്ത് തരും. അത് മാത്രമല്ല നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടുള്ള ബെസ്റ്റ് പ്ലാൻ അവർ സജസ്റ്റ് ചെയ്യുള്ളൂ. എന്തായാലും പറഞ്ഞാൽ എടുക്കണം ചേട്ടാ, വണ്ടിയൊക്കെ ഓടിച്ച് പോകണമെങ്കിൽ. എടാ ആക്സിഡൻറ്റ് കവർ മാത്രമല്ല, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ നിനക്ക് ഭാവിയിൽ എന്ത് അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് കവറേജ് കിട്ടും. നിനക്ക് ജോലി കിട്ടിയ സമയത്ത് നീ മര്യാദയ്ക്ക് ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നെങ്കിൽ ഇപ്പം നിൻ്റെ കയ്യിലിരിക്കുന്ന സേവിങ്സ് എടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന. എടാ പിന്നെ മെയിനായിട്ട് ഡിക്റ്റോയുടെ ഡോക്യുമെൻറ്റേഷനും ക്ലെയിം സപ്പോർട്ടും പക്കയാണ്. അത് മാത്രമല്ല മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ഉള്ള പ്ലാനും അവർക്കുണ്ട്. നീ എന്തായാലും അവരുടെ എക്സ്പേർട്സിനെ ഒന്ന് വിളിക്കും. എന്തായാലും ഇന്ന് തന്നെ വിളിച്ച് പറഞ്ഞാൽ എടുക്കാം. ആദ്യം അത് ചെയ്യും. അവർക്കെന്തോ ലിമിറ്റഡ് സ്ലോട്ട്സേ ഉള്ളൂ. നീ ഇനിയിപ്പോൾ എന്തായാലും കാൽ റെഡി ആയിട്ടല്ലേ ഓഫീസിൽ പോകുള്ളൂ. ഇപ്പം അതാണ് അടുത്ത വർഷം. ലീവൊക്കെ ആകെ പ്രശ്നത്തിരിക്കുകയാണ്. ഇവളുടെ ഡെലിവറി കഴിഞ്ഞ സമയം മുതൽ ജോലിയൊന്നും നേരെ ചെയ്യാൻ പറ്റിയില്ല കേട്ടാ. ഇപ്പോൾ ജോലി പോകുന്നുള്ള അവസ്ഥയാണ്. നീ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളി, ഞാൻ ഇറങ്ങട്ടാ. ഇവിടെ പോണു. മക്കളെ കാര്യമല്ലേടാ, അമ്മ വന്നല്ലോ. ചൊക്കരും മാറ്റും മക്കളെ. എന്തായാലും അമ്മ വന്നോ നന്നായി. വന്നല്ലോ. എടാ ഇത്രയും വലിയ എമൗണ്ട് ഒന്നും ക്ലയന്റ് താങ്ങൂല. എന്തിനാണ് വെറുതെ വർക്ക് കയ്യിൽ നിന്ന് പോകാനാ? നീ ഒരു കാര്യം ചെയ്യ്, പ്രൊപ്പോസൽ ഒന്നുകൂടി റീവർക്ക് ചെയ്ത് അയച്ചാ. എടോ എനിക്ക് വയ്യ മാനേജറിനെ വർക്ക് കേൾക്കാൻ. നീ ദയവിൽ ഒന്ന് ചെയ്ത് അയക്കൂ. എടി ഒരു മിനിറ്റ്, നിന്റെ അടുത്തല്ല ഞാൻ ഇവിടെ പറഞ്ഞേ. ഞാൻ ഒന്നുകൂടെ അയക്ക്, ഞാൻ വിളിക്കാം. നീ നേരത്തെ എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നതാണ്? ഒന്ന് ബാവറൊന്ന് പറയാം, എനിക്ക് പോയിട്ട് ജോലിയുണ്ട്. പോയി ജോലി ചെയ്തോ, എന്നോട് സ്പെൻഡ് ചെയ്യാനല്ല ടൈം ഇല്ലാത്തത്. ഞാൻ എന്തോ അവിടെ കളിച്ചോണ്ടിരിക്കായിരുന്ന. ഞാൻ പൊക്കോളാൻ പറഞ്ഞല്ല, എല്ലാം കഴിഞ്ഞിട്ട് ഫാമിലിക്ക് വേണ്ടി അല്പം ടൈം കണ്ടുപിടിച്ചാൽ മതി. എടി ഒരു അമ്മ എന്റെ മെച്ചൂരിറ്റി കാണിക്കടി. ഞാൻ ഇന്നലെ അയച്ച റീൽ എടുത്ത് നോക്ക്, അതിൽ പറഞ്ഞ കറക്റ്റാ. ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യ മാത്രം സ്നേഹം കുറയും. അതിനിവിടെ സ്നേഹം കുറഞ്ഞില്ല, ഒട്ടും കുറഞ്ഞില്ല. പോരെ സംസാരിക്കാൻ എന്നെ പറഞ്ഞു. മക്കളെ നിനക്ക് എന്താ ഇപ്പൊ എത്ര ദേഷ്യം? പണ്ട് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അമ്മ അവൾ ആവശ്യമില്ലാതെ കാട് കയറി പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എടാ പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ ഒരു വല്ലാത്ത അവസ്ഥയിലൊക്കെ ആയിരിക്കും. ആവശ്യമില്ലാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ വരും. പക്ഷെ നീ ചുമ്മാ അവളുടെ അടുത്തൊന്നും ചാടല്ലേടാ. നമുക്ക് ഏതെങ്കിലും നല്ലൊരു ജോത്സ്യനെ കണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ സമയമൊക്കെ നോക്കാം. നല്ല മോശ സമയമായിരിക്കും. ഏറ്റവും നല്ല സമയം ആയിരുന്നു കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് വരെ. കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും നക്ഷത്രം ഒന്നാണ്. അങ്ങനെ വരുമ്പോൾ ഏക നക്ഷത്ര ദോഷം എന്നൊന്നുണ്ട്. അതാണ് ഈ ആക്സിഡൻ്റ് വരെ സംഭവിച്ചത്. മനക്ലേശം, തൊഴിൽ നഷ്ടം, കുടുംബത്തിലെ സമാധാനവും ഒക്കെ ഇനി കുറയാൻ തുടങ്ങും. കുഞ്ഞ് ജനിച്ച സമയവും നക്ഷത്രവും ഒന്നും അച്ഛന് നല്ലതല്ല. മാത്രമല്ല കുടുംബ പരമ്പരയിൽ ഒരു കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ ആത്മാവ് ഈ കുഞ്ഞിനോടൊപ്പം ഉണ്ട്. കന്നിശാവ്, കൂടാതെ ഏകനക്ഷത്ര ദോഷവും പ്രശ്നമാണ്. ഈ കുഞ്ഞ് ജനിച്ച ശേഷം അത് ആകെ മാറിപ്പോയി ജോത്സ്യരെ. തൊഴിലിനും പിടിക്കുന്നതിനും ഒക്കെ ദേഷ്യം. അവർ തമ്മിലാണെങ്കിൽ എപ്പോഴും വഴക്കാണ്. അവൻ്റെ രൂപം തന്നെ ഇപ്പം മാറിപ്പോയി. ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ ജോത്സ്യരെ? പൂർണ്ണമായിട്ട് മാറ്റൽ നടക്കില്ല. പക്ഷെ കണ്ണി കൊള്ളാനുള്ളത് പുരുകത്ത് കൊള്ളിച്ചു വിടാം, അതേ നടക്കും.
കുറച്ച് പൂജകളുടെ ചാർട്ട് ഞാൻ തരാം. അത് ചെയ്യേണ്ട അമ്പലങ്ങളുടെ ലിസ്റ്റ്. എത്രയും പെട്ടെന്ന് അതെല്ലാം ചെയ്തു തീർക്കണം. എന്ത് പൂജ വേണമെങ്കിലും ഞങ്ങൾ ചെയ്തോളാം. ഒരു കൊച്ചിന്റെ അച്ഛനായില്ലേ, അവന്റെ മെച്യൂരിറ്റി കാണിക്ക്. അല്ലാതെ എന്നെ മാത്രം മെച്യൂരിറ്റി പഠിപ്പിക്കാൻ അറിഞ്ഞാ പോരാ. എടി ഞാൻ അന്ന് പറഞ്ഞത് ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. നീ അത് പിടിച്ച് തൂങ്ങണ്ട, മാറി. അല്ലെങ്കിൽ സ്ത്രീക്ക് എല്ലാത്തിനും ഒരു ന്യായമാണല്ലോ. ഇപ്പൊ കളിക്കാൻ പോണ്ട. നിനക്കും നിങ്ങൾക്കൊന്ന് പതുക്കെ സംസാരിച്ചൂടെ? എന്താണ് ഇവിടെ പ്രശ്നം? നമ്മുടെ മോൻ ഇപ്പോഴും കളിപ്പരുവ മാറിയിട്ടില്ല. ഈ അവസ്ഥയിൽ കളിക്കാൻ പോണെന്ന്. കളിക്കാൻ പോവാനാ ഈ വയ്യാത്ത കാലം വെച്ചോണ്ട്? അമ്മ കളിക്കല്ല, അമ്മ കളി കാണാൻ. ഇനി ഞാൻ കളിക്കാൻ പോയത് തന്നെ എന്താണ് കുഴപ്പം? എടാ, നീ പഴയ കൊച്ചു ചെറുക്കനൊന്നും അല്ല, ഒരു കൊച്ചിന്റെ അച്ഛനാണ്. അവൻ കളിപ്പാൻ പോണു. ഒരല്പ സമാധാനത്തിന് എവിടെയെങ്കിലും പോവാന്ന് വെച്ചാൽ സമ്മതിക്കരുത്. ഞാൻ ഇതിനകത്ത് തന്നെ കിടന്നോളാം, പോയത്. മോള് വിഷമിക്കൊന്നും വേണ്ട. പൂജയൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവൻ്റെ ഈ സ്വഭാവമെല്ലാം മാറിയിട്ട് അവൻ പഴയ ആളായി മാറും. ഇപ്പൊ ഒരു സ്നേഹവും ഇല്ല. ഇതിനേതിനൊരു ദേഷ്യം. മോളെ, അത് അവൻ്റെ കുഴപ്പമല്ല, കുഞ്ഞിൻ്റെ നാളിൻ്റെ കുഴപ്പമല്ലേ? ഒന്നും അറിയാത്ത അതിന്റെ തലയിൽ ഇടല്ലേ അമ്മ. ശ്രീധർഷ്, ഹലോ ശ്രീധർഷ്, ഉറങ്ങാണോ? Can you hear me? Get up please. This is an official meeting. സോറി സർ. കൊള്ളാം. ടീം മീറ്റിംഗിൽ ഇരുന്ന് ഉറങ്ങുന്ന സെയിൽസ് മാനേജർ. ഞാൻ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ലീവ് ചെയ്യും, എന്നിട്ട് ഉച്ചക്കണ്ണി എന്ന് വിളിക്കണം കേട്ടോ. പണിയാവൂ? പോവായിരുന്നാ മതി. ഉറക്കം കിട്ടുന്നില്ല കേട്ടാ. രാത്രി മൊത്തം കൊച്ചു ഉറങ്ങൂല. പകൽ കിടന്നുറങ്ങും, അവളും കൂടെ കിടന്നുറങ്ങും. എനിക്ക് രാവിലെ തൊട്ട് മീറ്റിംഗ് തുടങ്ങും. 4 മാസം കഴിഞ്ഞാൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടു. കാരണം എൻ്റെ സൈക്കിൾ മൊത്തം തെറ്റിയിരിക്കുകയാണ്. നീ ഒരു 10 ദിവസം ലീവ് ഇടറാ. ആഗ്രഹമില്ലാത്തതുകൊണ്ടൊന്നും ഇല്ലല്ലോ. തരൂല. തന്നാലും ലോസ് ഓഫ് പേ അടിക്കും. ഇപ്പം കിട്ടുന്ന ശമ്പളം കൊണ്ടേ ഒന്നും നടക്കുന്നില്ല. ഞാൻ എൻ്റെ കൂടെ ഇനി ആ മമ്മി, ഇതാ പ്രസാദം. പൂജയെല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ടേ. വൃത്തി ചെയ്യാൻ പോലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഉടനെ ചെയ്യണം. ഈ പോക്കാണെങ്കിൽ ഉടനെ എന്നെ തെക്കോട്ടെടുക്കുമ്പോൾ അറ്റാക്കും വന്നു. വായ്മച്ചോണ്ട് ചുമ്മാ ഇരുന്നോളണം. അവന് പറയാൻ വേറെ ഒന്നും കിട്ടിയില്ല. കണ്ടാ മോനെ, ഇതാണ് അവൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം. സാർ പ്ലീസ് സാർ, എനിക്ക് 1 മാസം കൂടെ ചാൻസ് തരൂ. ഞാൻ എങ്ങനെയെങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്തോളാം. സോറി മാൻ, കഴിഞ്ഞ 4 മാസമായി താനാണ് ബിഗ് പെർഫോമർ. അതിന്റെ കൂടെ ഹയർ ഓഫീസേഴ്സിന്റെ മീറ്റിംഗ് ഇരുന്ന് ഉറങ്ങുകയും ചെയ്തു. താൻ എത്രയും പെട്ടെന്ന് റെസിഗ്നേഷൻ മെയിൽ അയക്കും. ഇവിടുന്ന് അയച്ചാൽ അറിയാലോ, യു വിൽ ബി ടെർമിനേറ്റഡ് ആൻഡ് യു കനോട്ട് അപ്ലൈ എനിവേർ. സോ പ്ലീസ്. സാർ, ഞാൻ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഓടിയിട്ടാണ് സാർ എനിക്ക് ആക്സിഡന്റ് ആയത്. എന്നിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് 10 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യണല്ലേ സാർ, പ്ലീസ്. ഞാൻ പറഞ്ഞത് ശ്രീ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്തൊരു ശബ്ദം കേട്ടത്? എന്റെ ജോലി പോയടി. ജോലിയോ? എന്താ പറ്റി? ഇവിടെ ജോലി ചെയ്യാൻ പറ്റണ്ടേ? ജോലി ചെയ്യാതിരിക്കും മാത്രം എന്താ സംഭവിച്ചത്? എന്റെ ഇത്ര പ്രശ്നം സ്ത്രീക്ക് ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ, എനിക്കിവിടെ ഒരു പ്രശ്നമില്ലേ. മക്കളെ, നിങ്ങളൊന്ന് നിർത്ത്. വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ. ആ ജോത്സ്യം പറഞ്ഞതാണ് കുഞ്ഞിന്റെ ജാതകം ശരിയല്ലെന്ന്. അതാണ് അവന്റെ ജോലിയും പോയത്. മക്കളെ, ഒരു പൂജ ഒന്ന് മതിയാക്കൂ. ഇപ്പൊ സകല കുറ്റം എന്റെ കൊച്ചിന്റെ തലയിൽ കൊണ്ടിട്. അതെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? നിന്റെ കൊച്ചിനെ പറഞ്ഞപ്പോ വേദനിച്ചില്ലേ? അതുപോലെ തന്നെ എനിക്കും. അവന് ഒരു കുഴപ്പവും ഇല്ല. നിന്റെ കൊച്ചിന്റെ ജാതകവും ശരിയല്ല, ജനന സമയം ശരിയല്ലെന്ന് ജോത്സ്യം പറഞ്ഞതല്ലേ? ശ്രീ, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? കുഞ്ഞിനെ ഉപേക്ഷിക്കണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ? ഒന്ന് നിർത്തോ. ഒരല്പ സമാധാനം എന്റെ കൈവിട്ടു പോയിരിക്കുകയാണ്. കരച്ചിലാണെങ്കിലും ഒന്ന് നിർത്തും. ശ്രീ, ഇത് നിന്റെ കൂടെ കുഞ്ഞാണ്. അമ്മ അന്ന് ജോൾസിനെ കണ്ട അന്ന് തൊട്ട് തുടങ്ങിയതാണ് ശ്രീക്ക് എന്റെ അടുത്ത് കുഞ്ഞിന്റെ അടുത്തുള്ള പെരുമാറ്റം. ഇതെല്ലാം നിന്നെ വിശ്വസിച്ചിറങ്ങി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്നെ ഒന്ന് കൊന്നു തരാൻ പറ്റുമോ രണ്ടിനും? അപ്പൊ സമാധാനമാവോ?
എനക്കെന്റെ മടുത്തല്ലേ മടുത്തല്ലേ? ഞാൻ പോയി തരാം, എല്ലാരും സന്തോഷിച്ചില്ലേ? ഒറ്റ എണ്ണ എന്നെ പറയാ വന്നു പോരുത്. ശ്രീ ശ്രീ അവിടെ നിക്ക്. മക്കളെ രാകേഷ്, ഒന്നിവിടം വരെ ഓടി വാ മോനെ. മക്കളെ, അവ എവിടെ? ചേട്ടാ, അവൻ എൻ്റെ അവിടെ ഉണ്ടായി 2 ദിവസം അവിടെ നിൽക്കട്ടെ. മോനെ, നീ ആ ജോൾസിനെ ഒന്ന് പോയി കാണൂ. ആരെയും കുഞ്ഞിനെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ പോവാനോ? ജോൾസ്യൻ, അമ്മായി എൻ്റെ വായിരിക്കണ കേൾക്കരുത്. അമ്മായിക്ക് ആര്യക്ക് അവൻ്റെ അവസ്ഥ എന്താണെന്ന് വല്ല ധാരണയുണ്ടോ? ആര്യ അവന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ്. ചേട്ടാ, അത് ഞങ്ങൾക്ക് വരുന്നല്ലേ? അത് ഞങ്ങൾക്കും വരും, എനിക്ക് വന്നിട്ടുണ്ട്. ആര്യ പ്രസവശേഷം നിങ്ങൾ പെണ്ണുങ്ങൾ കടന്നു പോകുന്ന അതേ അവസ്ഥയിലാണ് ഞങ്ങൾ ആണുങ്ങളും ചിലപ്പോൾ കടന്നു പോകാറ്. അതാരും മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചു. നിന്റെ പ്രസവം കഴിഞ്ഞത് മുതൽ അവൻ ഈ ജോലിയും കുടുംബമായിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ പാടുപെടുന്നുണ്ട്. അവ ഉറങ്ങിയിട്ട് തന്നെ കുറേ ദിവസമായെന്നാണ് അവൻ പറയുന്നത്. കുഞ്ഞുങ്ങൾ രാത്രി കരയുന്ന പുതിയ കാര്യമാണോ? കൊച്ചു കരയുന്നത് കണ്ടില്ലാന്ന് വെച്ച് കിടന്നുറങ്ങാൻ പറ്റുമോ? ആര്യ പകല് കുഞ്ഞുറങ്ങുമ്പോൾ നിനക്ക് കുഞ്ഞിൻ്റെ കൂടെ കിടന്നുറങ്ങാം. അവൻ അങ്ങനെ പറ്റുമോ? ജോലിക്ക് പോകണ്ടേ? അവിടെ ഇരുന്ന് ഉറങ്ങിയാലോ? അവൻ്റെ ജോലിയിലെ പ്രശ്നം ഞാൻ നിനക്ക് പറഞ്ഞു തരണ്ടല്ലോ. അതൊക്കെ ശരിയാണ്, പക്ഷെ ഒരു കുഞ്ഞായതിനു ശേഷം സ്ത്രീക്ക് നല്ല അകൽച്ചയാണ്. അതൊരു സിംറ്റം ആണ് ആര്യെ. പാർട്ട്ണറിനോടും കുഞ്ഞിനോടും അടുപ്പമില്ലാതിരിക്കുന്നതും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതൊക്കെ ഇത് കാരണമാണ്. അവൻ ഇപ്പോൾ വേണ്ടത് ഒരു കൗൺസിലിംഗ് ആണ്. എന്തായാലും ഞാൻ പോയൊരു കൗൺസിലിംഗ് സെൻറ്റർ ഇവിടെ അടുത്തുണ്ട്. ഞാൻ അവനെ നാളെ അങ്ങോട്ട് കൊണ്ടുപോകാം. 2 ദിവസം എൻ്റെ അവിടെ നിൽക്കട്ടെ, എന്നിട്ട് വിടാം. അതൊന്നും വേണ്ട. ഒരു ജോൾസിനെ കണ്ടൊരു പൂജ ചെയ്ത് അതെല്ലാം മാറാവുന്നതേ ഉള്ളൂ. അമ്മായി, നിങ്ങൾ ഈ വിവരമില്ലാതെ ഓരോന്ന് പറയണ കേട്ടിട്ട് നാളെ ഇവർ സ്വന്തം കൊച്ചിനെ വെറുക്കാൻ തുടങ്ങും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാരണം അവൻ്റെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ലായിരുന്നു. അത് കാരണമാണ് അവൻ ആക്സിഡൻ്റ് ആയതും അവൻ്റെ ജോലി പോയത്. അല്ലാതെ ഈ 8 പൊട്ടും തിരിയാത്ത കൊച്ചിൻ്റെ ദോഷമൊന്നും അല്ലത്. ഈ നല്ല സമയത്ത് ആരെങ്കിലും ജോൾസിനെ കാണാൻ പോകുമോ? ഇല്ല. മോശ സമയത്തേ പോവുള്ളൂ. അതറിയാവുന്നുള്ള അവന്മാർ ഓരോന്ന് ഗണിച്ച് നിങ്ങളുടെ അടുത്ത് പറയും. എന്നിട്ട് അത് തുപ്പൽ തൊടാതെ വിഴുങ്ങിയിട്ട് നിങ്ങളത് വിശ്വസിച്ച് ജീവിക്കും. മക്കളെ, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അമ്മായി അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. അമ്മായിക്ക് പറ്റണ പോലെ കുഞ്ഞിനൊന്ന് മര്യാദയ്ക്ക് നോക്കിയാൽ മതി. കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവൻ നിന്നെയും കുഞ്ഞിനെയും നന്നായിട്ട് നോക്കുന്നുണ്ട്. പൈസ മാത്രം കൊണ്ടുവരുന്ന ഒരു ഭർത്താവായിട്ടാണ് അവൻ ജീവിച്ചിരുന്നെങ്കിൽ അവൻ ഈ സിറ്റുവേഷൻ വരൂലായിരുന്നു. എന്നെ അവനെ പോലുള്ള മിഡിൽ ക്ലാസ്സുകാർ 18 അടവും പയറ്റിയിട്ടാണ് ജോലിയും കുടുംബവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആര്യ, നിന്റെ അടുത്തും കുഞ്ഞിൻ്റെ അടുത്തും അവ അകൽച്ച കാണിക്കുന്നതും ഈ തൊട്ടേനും പിടിച്ചതിനും ദേഷ്യപ്പെടുന്നതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല അവൻ. അതുകൊണ്ട് ഇനിയെങ്കിലും നീ അവൻ്റെ ഫീലിങ്സ് ഒന്ന് മനസ്സിലാക്കുക. സ്ത്രീകളെ പോലെ തന്നെ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം പല ആണുങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് പെറ്റേണൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇന്നും ഭൂരിഭാഗം പേർക്കും ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്ന് പോലും അറിയില്ല. ഒരു കുഞ്ഞായതിനു ശേഷം പല അമ്മമാരും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ്, ഭർത്താവിന് പഴയ പോലെ ഒരു സ്നേഹമില്ല, എപ്പോഴും ഭയങ്കര ഇറിറ്റേഷനും ദേഷ്യവും ഒക്കെയാണ്. ഒന്ന് നേരെ ചോദിച്ചിരിക്കുകയോ കുഞ്ഞിൻ്റെ അടുത്തോ എൻ്റെ അടുത്തോ ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലും ഇല്ല. ചിലപ്പോൾ ഈ പറയുന്നതൊക്കെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ സിംറ്റംസ് ആകും. ഒരു കുഞ്ഞ് ജീവിതത്തിലേക്ക് വരുമ്പോൾ അമ്മമാരെ പോലെ തന്നെ അച്ഛന്മാരുടെയും ഡെയിലി റൂട്ടീൻ തന്നെ മാറുകയാണ്. പുതിയ റെസ്പോൺസിബിലിറ്റി, ചെലവുകൾ, വർക്ക് ലൈഫും ഫാമിലി ലൈഫും ബാലൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഉറക്കമില്ലായ്മ, സ്ട്രെസ്സ്, വൈഫിൻ്റെ മൂഡ് സ്വിങ്സ്, ഹോർമോണൽ ചേഞ്ചസ്, ഇതെല്ലാം അവരെ എഫക്റ്റ് ചെയ്യും. പലപ്പോഴും സ്ത്രീകളെ പോലെ പൊട്ടിക്കരയാനോ ഹെൽപ്പ് ചോദിക്കാനോ അവരുടെ അവസ്ഥ മറ്റുള്ളവരോടൊന്ന് തുറന്നു പറയാനോ ആണുങ്ങൾ പലപ്പോഴും തയ്യാറാവാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസിൽ ഫാമിലിയുടെയും പാർട്ട്ണറിൻ്റെയും സപ്പോർട്ട് ഇവർക്ക് അത്യാവശ്യമാണ്. ഇനി ആണുങ്ങളോടൊരു കാര്യം, ആണായതുകൊണ്ട് മാത്രം നിങ്ങളുടെ എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഫീലിങ്സും ഇമോഷൻസും ദയവേത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. ആസ് എ ന്യൂ പാരൻറ്റ്, നിങ്ങളോ നിങ്ങളുടെ പങ്കാളിയോ ഇത്തരമൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെയോ കൗൺസിലറിൻ്റെയോ സഹായം തേടുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നോളൂ. താങ്ക് യു. ആണുങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റി വേണ്ട അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ സിംറ്റംസ് ഒന്നും ആരും മനസ്സിലാക്കാറ് പോലുമില്ല. ഇതിനൊരു മാറ്റം വരാനും ഇതിൻ്റെ സീരിയസ്നെസ് ലോകം മനസ്സിലാക്കാനും നിങ്ങളുടെ പോസ്റ്റ്മോർട്ടം എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യും. ഇത് വെറും ഒരു വീഡിയോ അല്ല. ഈ വീഡിയോയ്ക്ക് പല ജീവിതങ്ങളെ മാറ്റാനും പല കുടുംബങ്ങളെ രക്ഷിക്കാനും സാധിക്കും. അതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മുടെ ലൈഫിനെ ഫിനാൻഷ്യലി സെക്യൂർ ആക്കാൻ നമ്മുടെ കുടുംബത്തിനൊരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്.
ഇല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ബില്ല് മതി നമ്മുടെ എൻറ്റയർ സേവിങ്സ് തന്നെ ഇല്ലാതാവാം. ഈ ഫീൽഡിലെ എക്സ്പേർട്സുമായി സംസാരിച്ച് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് ഡിറ്റോ ഇൻഷുറൻസിൻ്റെ എക്സ്പേർട്സുമായി ഒരു കോൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക. അവർക്ക് ലിമിറ്റഡ് സ്ലോട്ട്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണാം. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന